എന്താണ് മീശ ശരിക്കും? മീശ പേര് പറയുന്ന പോലെ മീശ ആണുങ്ങൾക്കാണല്ലോ ഉള്ളത്. അപ്പോൾ അതൊരു ആണുങ്ങളുടെ കുറിച്ചുള്ള സിനിമയാണ്. ആണുങ്ങളുടെ സൗഹൃദത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയറക്ടറുടെ പറഞ്ഞനുസരിച്ച് ഈ കാട് എന്നൊക്കെ പറയുന്നത് ഒരു വന്യമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പം അങ്ങനത്തെ ഈ പുരുഷന്മാർക്കുള്ളിലുള്ള ഈ ഒരു വന്യത, വേട്ടക്കാരൻ, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടും കൂടെ ഉള്ള ഒരു കഥയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇത് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന, വളരെ ഒരു കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല സിനിമയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കൂടുതൽ ഇരിക്കുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു ആണുങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്തും മറ്റു കാര്യങ്ങളാണ്, പക്ഷെ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? ഈ കൂട്ടത്തില് ഈ സിനിമയിൽ മീശ ഇല്ലാത്ത ഏക വ്യക്തി ഞാനായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും മീശയില്ല. ക്യാരക്ടർ എന്താണ് ഇതില്? ഇത് പറഞ്ഞ പോലെ ഫുൾ മെയിൽ ഓറിയന്റഡ് ആണ്. അപ്പം അതിലൊരു ഒള്ളി ഫീമെയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. രണ്ട് ഹക്കീമിന്റെയും ഖദറിന്റെയും അവർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ണിലാലായിട്ടും സുധിച്ചേട്ടനായിട്ടും കോമ്പിനേഷൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്റർവ്യൂലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ജിയോ ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ റെയർ ആയിട്ടാണ് അങ്ങനെ. മേ ബി ലൈക്ക് വൈറ്റ് ഷോട്ടൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൂ. കോമ്പിനേഷനിലെങ്കിലും ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ? സെറ്റിൽ ഉണ്ടാവാറുണ്ട്. ട്രോളാനായിട്ടും കളിയാക്കാനായിട്ടും എല്ലാ ദിവസവും അവിടെ ചെല്ലുമെന്ന് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. എനിക്ക് മോസ്റ്റ്ലി കോമ്പിനേഷൻ ഉള്ളത് ഹക്കീമും ഖദീറായിട്ടാണ്. പക്ഷെ എല്ലാവരും വാസ് റിയലി സ്വീറ്റ് ടു മീ. ഭയങ്കര നൈസ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നൈസ് വർക്കിംഗ് വിത്ത് ദം. ഉണ്ണി ജിയോ സാറിന്റെ മുമ്പത്തെ പടത്തിലുണ്ടായിരുന്നു അല്ലെ? ഫ്രീഡം ഫൈറ്റിൽ ഉണ്ടായിരുന്നു. സാറിന്റെ സിനിമയാണത്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഈ സിനിമയിലേക്ക് വരുമ്പോ എന്താ പറയാനായിട്ടുള്ളത്? ചോദിച്ചു വന്നതാണ്. അല്ല, ചാൻസ് ചോദിക്കും. നമുക്ക് ചാൻസ് ചോദിക്കും. അതൊന്നും പടങ്ങൾ കിട്ടാനുള്ള ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്തോ പൊട്ടിയും തോന്നും, കുഴപ്പമില്ല. അപ്പം നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ചാൻസ് ചോദിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ജോസഫ് ഏട്ടൻ ആഡ് കാണുന്നത് ഞങ്ങളൊരു ആഡ് ചെയ്തായിരുന്നു. ഒരു പരസ്യം ചെയ്തപ്പോൾ നമ്മൾ പുള്ളിനെ പരിചയപ്പെടുന്നതും പിന്നെ പുള്ളിയായിട്ടുള്ളൊരു കോൺടാക്റ്റും ഉണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളി ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു അല്ലേ? ഒരു വേറെ പടം അനൗൺസ് ചെയ്തായിരുന്നു. അത് കോവിഡ് ആ സമയത്ത് എന്തോ പിന്നെ നടന്നില്ല. ആ പടത്തിൽ ഓൾറെഡി ഞാൻ ചാൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയില്ല. ആ പടം പിന്നെ നടന്നുമില്ല. അപ്പോൾ ഈ പടത്തിൽ പുള്ളി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വികൃതി പോലുള്ള നല്ല നല്ല സിനിമ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ ഭയങ്കര വിഷ്വലി നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിലുണ്ട്. നമുക്ക് ആ ഒരു വിഷ്വലി എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരുപാട് ഇമോഷൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കുറേ ഇമോഷൻസ് ഉണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള ഹാർഡായിട്ടുള്ള കോറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛൻ്റെ ഒരു താന്തോന്നിയായ മോൻ. അങ്ങനെയൊന്നല്ല. രേഖ പോലുള്ള ഇത്രയും നല്ല സിനിമകൾ ചെയ്ത ഉണ്ണിക്ക് ചാൻസ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പം ചാൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പഴയ പോലെയല്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽ നമ്മൾ കോമ്പറ്റീഷനാണ്. ചോദിക്കാതെ നമുക്ക് ഒരിക്കലും ചാൻസ് കിട്ടില്ല. ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയോ ചേട്ടൻ ഞാനിപ്പോൾ ഒരു പടം കഴിഞ്ഞുള്ളൂ. ഞാൻ ജിയോ ചേട്ടൻ പറഞ്ഞ അടുത്ത പടത്തിൽ നായകനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല തരുമോന്ന്. ചേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ അടുത്ത പടത്തിന്റെ അടുത്ത് സെറ്റായി. ഈ അവസരം ഒരു ചാൻസ് ചോദിക്കാനുള്ള അവസരമായിട്ട് തരുന്നു ജിയോ ചേട്ടന്റെ അടുത്ത സിനിമ. ഞാൻ ഇതിന് ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. അപ്പൊ പിന്നെ ഇതും ഫിക്സാ. ഞാനോട് വിളിച്ച് ചോദിക്കാനൊന്നും. ഞാൻ ആ ഫസ്റ്റ് പടം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുജേട്ടാ, സൗഹൃദങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണ്. സുജേട്ടന്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര സൗഹൃദങ്ങളുള്ള ആളാണ് ഞാൻ.
അത് പിന്നെ സിനിമ മാത്രമല്ല, ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഞാൻ. അത് ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദമല്ല, മനസ്സിലായി. നല്ല സൗഹൃദങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സൗഹൃദങ്ങളാണ് ഞാൻ ഫസ്റ്റ്. എനിക്ക് അത്യാവശ്യം കൂടുതൽ ഈ സിനിമ പറയുന്ന പോലെ തന്നെ കൂടുതൽ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് സൗഹൃദം ആരുടെ കൂടെ ഉള്ളതായിരിക്കും? അങ്ങനെയല്ലെന്ന്, ഇത് ശരിക്കും ഞാൻ എപ്പോഴും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിലെ സൗഹൃദം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പാരലോ തൊട്ട് ജസ്റ്റ് പുറകിലോ ഉണ്ടെങ്കിലുള്ള സൗഹൃദം. കുറെ പുറകിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദം കുറച്ച് കട്ടാകാൻ ചാൻസ് കാണും. സിനിമ മാത്രമല്ല, ഇപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന ആണെങ്കിൽ പോലും ആ സ്കൂൾ സൗഹൃദങ്ങളിലുണ്ട് ഇത്. അയാളിപ്പോ എന്റെ കൂടെ പഠിച്ച ഡോക്ടർ ആണെങ്കിൽ ഞാൻ പറയാം എന്റെ ഫ്രണ്ടാ ഇല്ലേ, എപ്പോഴും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന ആളെങ്കിൽ ഒരു ജേണി, അതായത് നമ്മൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കും, പ്രൊഫഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു സൗഹൃദം ഉണ്ടാവും. പണ്ട് മറന്നു ചില തെറ്റിദ്ധാരണയുടെ പേര് അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അതിലാരെങ്കിലും സുഹൃത്തുക്കളെ ഇപ്പം മീറ്റ് ചെയ്യണമെന്ന് വല്ല ആഗ്രഹമുണ്ട്? ഇല്ല, അങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല. അല്ല, അങ്ങനെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സൗഹൃദം എപ്പോഴും വിളിക്കും. ചിലപ്പോ കുറെ ഒരു 5 വർഷം മുമ്പുള്ള ചില സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇത്തിരി വിളി കുറവായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ജോലിക്ക് അറിയാൻ പറ്റും, ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. സിനിമയിൽ എപ്പോഴും നമ്മൾ പണിയെടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ വരും. അതൊരു അതെ ഞാൻ പറഞ്ഞില്ലേ, യാത്ര ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമ്മൾ പാരലാണെങ്കിലും പുറകിലാണെങ്കിലും കുറെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദങ്ങളൊക്കെ ഇത്തിരി കുറഞ്ഞു നിന്നിരിക്കും. അങ്ങനെ ജിയോ സാറിന് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പുരുഷന്മാരുടെ ഫീലിങ്സിനെ പറ്റിയും അല്ലെങ്കിൽ കാതലിന്റെ കോറ് സിനിമയിൽ എടുക്കുകയാണെങ്കിൽ 2 സ്വവർഗ അനുരാഗികളുടെ കഥകളൊക്കെ പറയുന്നതാണ്. എപ്പോഴും നമ്മൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, സ്ത്രീകളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ സാറിന് സിനിമയിൽ കുറച്ചുകൂടെ പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിലാണോ ഉള്ളത്? അതെ, ഞാൻ അങ്ങനത്തെ ഈ കാതൽ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരു സിനിമ ചെയ്തത്. പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം, അത്തരം സിനിമകളൊക്കെ വരും ഇനി അങ്ങനെയൊക്കെയുള്ള സിനിമകളായിരിക്കും ഇനി ഉണ്ടാവും. എല്ലാ സിനിമകളും എന്നല്ല, നമ്മൾ പുരുഷന്മാരെ ഇത്രയും കാലം സിനിമയിൽ ട്രീറ്റ് ചെയ്തത് വേറൊരു തരത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അതിൻ്റെയൊക്കെ സൂചനകളൊക്കെ വന്നല്ലോ അല്ലേ. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എടുത്ത് നോക്കിയാലും അല്ലേ, അതിലൊക്കെ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് വൈ വി ആർ ലൈക്ക് ദിസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ, എന്തുകൊണ്ട് നമ്മൾ ആണുങ്ങൾ ഇങ്ങനെയാവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും സിനിമയിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.